ഈശോയിൽ സ്നേഹമുള്ളവരെ, കത്തോലിക്ക വിശ്വാസ ജീവിത ശൈലിയിൽ, ജീവിത രീതിയിൽ ആവശ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഒരു ധ്യാനാത്മക ജീവിതവും ശുശ്രൂഷ ജീവിതവും. രണ്ടും വേണം. ഇപ്പോൾ മർത്ത മറിയം എന്ന രണ്ട് കഥാപാത്രങ്ങളെ വെച്ച് ഇന്ന് നമ്മളോട് തിരുസഭ സന്ദേശം പറയുമ്പോഴും രണ്ടും നമുക്ക് വേണം. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് അതങ്ങനെ ഈശോ പറയാൻ കാരണം ചിലപ്പോൾ മർത്ത അത് ഒരു പരാതി പോലെ പറഞ്ഞതുകൊണ്ടായിരിക്കാം. ഞാൻ ഒറ്റയ്ക്ക് പണി ചെയ്യുന്നു എന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കാം. രണ്ട് കഥാപാത്രങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു മഹത്വമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം, ഇത് ഇന്നത്തെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷത്തിലുള്ള വചനഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കുറെ കൂടി വ്യക്തമായിട്ട് ഇവരെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ലാസറിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട്. മറിയത്തെക്കുറിച്ച് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 11:2, ഈ മറിയമാണ് സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇത് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ച നല്ല ഒരു പാപബോധം അതായിരിക്കാം അടങ്ങി ഒതുങ്ങിയിരിക്കാൻ മറിയത്തെ സഹായിക്കുന്നത് എന്ന് വിചാരിക്കുകയാണ്. എനിക്ക് കുറേ കുറവുകളുണ്ട്, ഞാനതൊക്കെ പരിഹരിക്കട്ടെ, അത് ഞാൻ തന്നെ മനസ്സിലാക്കി തിരുത്തണം. എന്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മറിയം ഈശോയുടെ പാദത്തിങ്കിൽ ഇരുന്നത്. ഇനി വീണ്ടും നമ്മളങ്ങനെ വരുമ്പോഴും ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായി. അപ്പോഴാണ് അവർ യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പം മറിയമായിരിക്കും വീട്ടിലെ കാര്യങ്ങൾ ഒരുക്കിയത്. ഇപ്പോൾ മർത്തയാണ് ഒരുക്കുന്നത്. മർത്ത വിളിക്കാൻ പോയില്ലേ, ഈശോയെ വിളിക്കാൻ പോയി. അതൊരു യോഹന്നാൻ 11:20. അപ്പം മറിയമായിരിക്കും വീട്ടിലെ ഒരുക്കങ്ങൾ ചെയ്തത്. ഒന്നോർത്ത് വയ്ക്കുക, ഇത് വായിക്കുമ്പോൾ അപ്പോൾ ആരെയും നമ്മൾ തരം താഴ്ത്തി പറയാൻ നമുക്ക് പറ്റില്ല. മർത്ത യേശുവിനോട് പറഞ്ഞു. മർത്തയുടെ വിശ്വാസം ഒന്ന് കേട്ടെ. പാദത്തിങ്കലിരുന്ന മറിയം ഇവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് ഈശോ പറയുമ്പോൾ മർത്ത യേശുവിനോട് പറയുന്ന ഒരു 3 കാര്യങ്ങളാണ്. വിശ്വാസം പ്രഖ്യാപനമാണ്. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം. അതായത് ഈശോ ദൈവത്തിൻ്റെ പുത്രനല്ല. ദൈവത്തോട് ഈശോ ചോദിച്ചാൽ അത് തരും എന്നെനിക്കറിയാം. അപ്പോൾ ആ ദൈവശാസ്ത്രം പോലും മർത്തയ്ക്കറിയാം. പിതാവ് പുത്രൻ ആ ഒരു ദൈവശാസ്ത്രം പോലും മർത്തയ്ക്കറിയാം. അതാണ് മർത്ത അങ്ങനെ പറയുന്നത്. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും നീ തരുമെന്നല്ല, ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. അപ്പോൾ യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഉടനെ തന്നെ മർത്ത പറഞ്ഞു, 24-ാമത്തെ വാക്യമാണ് യോഹന്നാൻ 11:24. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അത് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന വിശ്വാസമല്ലേ? എത്ര രസകരമായിട്ടാണ് അത് പറയുന്നത്. ഇനി യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെങ്ങനെ കറക്റ്റ് അല്ലേ? ഒരു ആലോചന പോലും ഇല്ലാതെ അങ്ങനെ പറയാൻ സാധിച്ചു? അത് മർത്തയുടെ ഒരു പ്രത്യേകതയാണ്. ഇനിയും മറിയത്തെക്കുറിച്ച് വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11:32 വാക്യത്തിൽ പറയുന്നു, മറിയം യേശു നിന്നിരുന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. ഇത് ഈ രണ്ടുപേരുടെ വിശ്വാസം ഒരേപോലെയാ. രണ്ടുപേരും വളരെ മത്സരിച്ച് ഈശോയോട് വിശ്വാസം പറയുന്നത് പോലെയാണ്. പക്ഷെ ഇത് രണ്ടും വേണം. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ലാറ്റിൻ കുർബാനയിൽ ഇപ്പം യൂക്കരിസ്റ്റിക് പ്രയർ ചൊല്ലുമ്പോഴും അതിൽ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. അത് വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ രഹസ്യം എന്ന പ്രഖ്യാപനം കഴിയുമ്പോൾ തന്നെ ചൊല്ലുന്ന പ്രാർത്ഥനയിലാണത്. അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും രണ്ടും വേണം. അങ്ങയുടെ മുമ്പിൽ നിൽക്കണം, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കണം, ദൈവത്തെ പരിചരിക്കണം, ദൈവത്തെ ശുശ്രൂഷിക്കണം. ഇത് രണ്ടും നമുക്ക് ആവശ്യം. ഇത് രണ്ടും കൂടിയുള്ള കഥാപാത്രങ്ങളെയാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. അപ്പം ഇത്
ഇത് വളരെ രസകരമാണ്. നമുക്ക് ചില ആളുകളുണ്ട്, പ്രാർത്ഥനയൊന്നും ഉണ്ടാകില്ല, പ്രവൃത്തി മാത്രമായിരിക്കും, ഭയങ്കര ചെയ്ത്തായിരിക്കും, ഭയങ്കര ചെയ്ത്ത്. പള്ളിക്കമ്മിറ്റിക്കാരൊക്കെ ഭയങ്കര ചെയ്ത്ത്, പക്ഷേ കൃപ ഉണ്ടാകില്ല. കൃപ ഉണ്ടാകണ ഒരു കാര്യം പോലും ചെയ്യല. ഞാൻ കൈക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ചില ഭയങ്കര അഭിമാനത്തോടെ പറയും, കൈക്കാരനാണ്, ഞാൻ പള്ളിക്കമ്മിറ്റി അംഗമാണ്, ഭയങ്കര ചെയ്ത്ത, പള്ളിക്കടന്ന് ഭയങ്കര ചെയ്ത്ത. പക്ഷേ ആ വ്യക്തികളോട് ആരും വന്നിട്ട് ചേട്ടാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ ചേട്ടാ എന്ന് പറയല. കാരണം കൃപയുള്ളതായിട്ട് തോന്നിയല. കൃപ വേണം, അഭിഷേകം വേണം. അത് ധ്യാനാത്മക ജീവിതത്തിലൂടെ കിട്ടുന്ന ഒരു കാര്യമാണ്. അത് കർത്താവിന് മുമ്പിൽ നിൽക്കണം. നമുക്കല്ലെങ്കിലും നമ്മളിങ്ങനെ ബഹളത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ യാത്ര അത്രത്തെ സുന്ദരമാണ്. നിങ്ങൾ ട്രെയിനിൽ മണിക്കൂറുകൾ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നന്നായിട്ടൊന്നും ഉറങ്ങാൻ പറ്റാത്തവർക്ക് നിന്നിട്ട് ഒന്നെങ്കിൽ ഉറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കാൻ പറ്റും, ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ പറ്റും. പല കാര്യങ്ങളും ആലോചിക്കാൻ പറ്റിയ മണിക്കൂറുകൾ, 10, 11, 12 മണിക്കൂറുകൾ യാത്ര ചെയ്യുമ്പോൾ ഇല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതും ഇവിടെ നമുക്ക് ധാരാളം സ്ഥലമുണ്ട്, സമയമുണ്ട്, നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അവിടെ എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അപ്പോൾ ധ്യാനാത്മക ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആരും പറഞ്ഞു തരികയില്ല. ഒരു 10-40 വയസ്സ് കഴിഞ്ഞാൽ ആരാ പറഞ്ഞു തരിക? ചേട്ടനൊരു കുറവുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞു തരുമോ? പറഞ്ഞെന്നാൽ ഇഷ്ടപ്പെടുവോ? പറഞ്ഞെന്നാൽ ഇഷ്ടപ്പെടുകയില്ല. അപ്പം പിന്നെന്ത് ചെയ്യും? എങ്ങനെ കറക്റ്റ് ചെയ്യും? ദൈവം തന്നെ പറഞ്ഞു തരണം, ദൈവം തന്നെ വെളിപ്പെടുത്തി തരണം. ചിലപ്പോൾ ഒരു 5-6 പേര് കൂട്ടത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മളൊരു അരുതാത്തത്, ഒരു നെഗറ്റീവ്, ഒരു കമൻറ്റ്, ഒരു അൺനെസസറി ടോക്ക് നമ്മൾ നടത്തിയെന്ന് കരുതുക. അപ്പോൾ കൂട്ടത്തിലുള്ളവർ ചിലപ്പോൾ അവർ നമ്മുടെ മുഖത്തേക്കൊരു നോട്ടം നോക്കും, അതൊരു ഹിൻ്റ്. ഇനി ചിലപ്പോൾ അവർ പെട്ടെന്ന് സൈലൻ്റായി പോകും. നമ്മളൊരു നെഗറ്റീവ് കമൻറ്റിനെ പ്രതി അവർ പെട്ടെന്ന് എല്ലാം നിശബ്ദരാകും. അത് നമുക്കുള്ളൊരു ഹിൻ്റ്. അങ്ങനെയൊക്കെ കുറച്ച് പഠിക്കാൻ സാധിക്കും. ഈ ധൂർത്തപുത്രൻ പന്നിക്കുട്ടി ബഹളം വെച്ച് നടന്നവനാ. അവന് എനിക്ക് സ്വത്തെല്ലാം വേണമെന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയതാ. പക്ഷെ പന്നിക്കൂട് ഒരു സ്വസ്ഥതയുടെ സ്ഥലമായി മാറി. അവൻ ആരും മിണ്ടാനില്ല, അവൻ സ്വയം ആലോചിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ കൃപ കൂടി കിട്ടിയപ്പോൾ, വീട്ടിൽ അപ്പനിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൂടി കിട്ടി, പരിശുദ്ധാത്മാവിനെ കൂടി കിട്ടിയപ്പോഴും അവന് സുബോധം ഉണ്ടായി. എങ്ങനെ അവന് തീരുമാനിക്കാൻ പറ്റി? നമ്മൾ രാവിലെ എപ്പോഴെങ്കിലുമൊക്കെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വൈകി വന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു 5 മിനിറ്റ് പോലും നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ദേവാലയ ശുശ്രൂഷകൾ നമ്മൾ ഒത്തിരി സഹായിക്കും. ഒരു മനുഷ്യൻ്റെ ആത്മീയത, പക്ഷെ ആത്മീയത മാത്രം പോരാ. ആത്മീയത ഇങ്ങനെ ഭയങ്കര ഒരു ആളുകളെ കാണിച്ചുകൊണ്ട് ആത്മീയത കൊണ്ട് നടക്കുന്നവർ അവർ വീട്ടിലൊന്നും കൊള്ളുകയില്ല. ചിലപ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും. വീട്ടുകാർ തന്നെ ചോദിക്കും, താനൊക്കെ എന്തിനാണോ പള്ളി പോയിട്ട് എന്ന് ചോദിക്കും. അപ്പോൾ ആത്മീയത നമ്മളെ സഹായിക്കും, പക്ഷേ നമ്മുടെ പ്രവൃത്തിയും അതും കൂടെ ചേർത്ത് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് അനുഗ്രഹമാകുന്നത്. അതുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങളും നടപടികളും, തീരുമാനം അതെടുക്കുന്നത് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴാണ്. ബഹളത്തിൽ നമുക്ക് തീരുമാനമൊന്നും എടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ ധൂർത്തപുത്രൻ തീരുമാനമെടുത്തു, അത് നടപടിയായി. അവൻ എഴുന്നേറ്റ പിതാവിൻ്റെ അടുക്കലേക്ക് ചെന്നു. അങ്ങനെ നടപടിയും കൂടി വേണം. ഈശോ തിയററ്റിക്കലായിട്ട് ഈശോ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവ സ്നേഹമാണെന്നൊക്കെ ഈശോ പറഞ്ഞിട്ട് ഈശോ അത് കാണിച്ചു തന്നു. അതാണ് പരിശുദ്ധ കുർബാനയിൽ ഇത് രണ്ടും ഉണ്ട്. ഇപ്പോൾ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക. ഇത് കഴിയുമ്പോൾ കാഴ്ചവയ്പ് മുതൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ. അവിടെ ഈശോ പാടുപീടകളേറ്റ് മരിച്ചതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. അപ്പം വാക്കും പ്രവൃത്തിയും അത് രണ്ടും നമുക്ക് വേണം. മറിയത്തിൻ്റെ ധ്യാനാത്മക ജീവിതം അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നൊരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറിയം അങ്ങനെ ഒരു ധ്യാനാത്മക ജീവിതം നയിച്ചത് കൊണ്ടാണ് മറിയത്തിന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ സാധിച്ചത്. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ? ഇപ്പൊ കർത്താവിൻ്റെ ദൂതൻ വരും, നീ മറുപടി പറയണം, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന്. അതെങ്ങനെ മറിയത്തിന് പറയാൻ പറ്റി? മാതാപിതാക്കൾ അന്നയും യുവാക്യമം പറഞ്ഞു കൊടുത്തിട്ടാണോ? അല്ലല്ലോ. അപ്പോ ആ ധ്യാനാത്മക ജീവിതം അങ്ങനെ അതിലാണ് ആ മംഗളവാർത്ത ശ്രവിക്കാൻ സാധിച്ചതും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിച്ചതും. പിന്നെ നടപടിയാണ്. തിടുക്കത്തിൽ എലിസബത്തിന്റെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ടു. പിന്നെ കാനായിലെ കല്യാണ നാളിൽ നമ്മൾ കാണുന്നുണ്ട്, അതുപോലെ കുരിശിന്റെ വഴിയിൽ കാണുന്നുണ്ട്. മറിയം നടപടിയാ. കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നു, ഈശോയുടെ ശരീരം വാങ്ങിച്ചെടുക്കുന്നു, മടിയിലേക്ക് സ്വീകരിക്കുന്നു, സഹിയോൻ മാളികയിൽ കാണുന്നു. ഇപ്പം നടപടി ശുശ്രൂഷകൾ വേണം.
ഇല്ല, ഇന്ന് ഒന്നാം വായന വളരെ സുന്ദരമാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർ ആ വചനഭാഗം ബെഡ്റൂമിലിരുന്ന് വായിച്ചു നോക്കും, അവർക്കത് അഭിഷേകമായിട്ട് നിറയും. ഉൽപ്പത്തി 18:1 മുതൽ 15 വരെ, 10 വരെയാണ് നമ്മൾ വായിച്ചു കേട്ടത്. 15 കൂടി 5 വചനങ്ങൾ കൂടി ചേർത്ത് വെച്ച് എല്ലാ ദിവസവും വായിച്ചു കഴിഞ്ഞാൽ അത് അഭിഷേകമായിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൽ നിറയും. ഒരു അനുഗ്രഹമാണ്, കുഞ്ഞിനെ വാഗ്ദാനം ചെയ്യുന്ന ഒരു വചനഭാഗമാണത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ ദൂതന്മാർ വന്നത്? 3 ആളുകൾ വന്നിട്ട് അബ്രാഹത്തോട് പറയുന്നത് ഇത് പരിചരണത്തിന് ശേഷമാണ്. അവർ താണു വീണു വണങ്ങി ആരാധിച്ച്, അവരെ ബഹുമാനിച്ച്, വീട്ടിൽ കയറ്റി, അവരെ ഭക്ഷണം കൊടുത്ത്, അവരെ പരിചരിച്ചു. ഇങ്ങനെ നമ്മളിങ്ങനെ ദാസന്മാരിങ്ങനെ മാറി നിന്ന് തൊട്ടടുത്ത് നിന്ന് അവർക്കെല്ലാം വേണ്ടതൊക്കെ വിളമ്പി, അങ്ങനെ ഇനി എന്ത് വേണം എന്ന് ചോദിച്ച് പരിചരിക്കുന്നത് പോലെ അവർ ചെയ്തു. ഇത് വളരെ വളരെ വ്യക്തമാണ്. ഈ നമ്മുടെ അരിമത്തക്കാരൻ ജോസഫിന് അറിയാമല്ലോ, രഹസ്യ ശിഷ്യനായിരുന്നു. നിക്കോദെമോസ് പണ്ട് ഈശോയെ കണ്ടുമുട്ടിയിട്ട് പിന്നീട് പരിസയരിൽ പ്രമുഖരായ ഇവർ രണ്ടുപേരും ഈശോയെ ജീവിച്ചിരുന്നപ്പോഴോ വേണ്ട വിധം സ്നേഹിക്കാൻ അവർക്ക് സാധിച്ചില്ല, ഈശോയെ ശുശ്രൂഷിക്കാൻ സാധിച്ചില്ല. ഒരിക്കൽ നിക്കോദെമോസ്, അത് യോഹന്നാന്റെ സുവിശേഷം 7:51 നിക്കോദെമോസ് ഈശോയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റിയില്ല, ഒരു ആക്ഷൻ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് മരണത്തിന് ശേഷം അവർ ആ ശരീരം വാങ്ങിയെടുത്തിട്ട് അവർ അങ്ങനെ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടൊക്കെ പൂശി അത് നന്നായിട്ട് അടക്കി ഈശോയ്ക്ക് വേണ്ടി. മറിയം ചെയ്ത് കണ്ടോ, ഈശോയുടെ മരിച്ച ശരീരം, മരണപ്പെട്ട് കുരിശിൽ മരിച്ച ഈശോയുടെ ശരീരം മടിയിലേക്ക് വേണ്ടത്ര ബഹുമാനത്തോടെ സ്വീകരിച്ചത് കണ്ടോ. അപ്പോൾ നമുക്കൊക്കെ സഭയിൽ പ്രാർത്ഥനയും വേണം, നമ്മുടെ കുർബാന സ്വീകരണം, കുമ്പസാരം, ഇതൊക്കെ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളാണ്. കുർബാന സ്വീകരിക്കുക, കുമ്പസാരിക്കുക, സഭയോട് ചേർന്നുള്ള ജീവിതം യഥാർത്ഥത്തിൽ ശുശ്രൂഷാ ജീവിതമാണ്. ഇങ്ങനെ ചെറിയവൻ വലിയവൻ ആരെന്നുള്ള തർക്കമുണ്ടായപ്പോൾ ഈശോ പറയാണ്, അത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 27-ാം വാക്യത്തിൽ, ഞാനോ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. ഇങ്ങനെ ഏലിയായുടെ ശിഷ്യനാണ് എലീഷ. അത് അങ്ങനെ പറഞ്ഞാൽ പോരെ, ഏലിയായുടെ ശിഷ്യനാണ് എലീഷ എന്ന് പരിചയപ്പെടുത്തുന്നതിന് പകരം ബൈബിള് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ യഹോശാഫാത്ത് ചോദിച്ചു, കർത്താവിൻ്റെ ഹിതമാരായേണ്ടതിന് അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെ ഇല്ലേ? ഇസ്രായേൽ രാജാവിൻ്റെ ഒരു സേവകൻ പറഞ്ഞു, ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിന്റെ മകനുമായ എലീഷ ഉണ്ട്. വെള്ളം പകർന്നു കൊടുത്തവൻ. അപ്പോൾ ഒരു ശുശ്രൂഷയ്ക്ക് അങ്ങനെയെങ്കിൽ അമ്മ മാത്രമല്ല, ഭാര്യ മാത്രമല്ല വീട്ടിൽ ജോലി ചെയ്യേണ്ടത്, അപ്പനും ഭർത്താവും വീട്ടിൽ ജോലി ചെയ്യണം. ആണുങ്ങൾക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ല എന്നൊരു വിചാരം പാടില്ല. നമുക്ക് നമ്മുടെ ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും ഈ വാക്കും പ്രവൃത്തിയും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമുക്കതുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ 2 കാര്യങ്ങളും ഒരുമിച്ച് വരാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് നൽകണം. രണ്ടും പ്രധാനപ്പെട്ടതാണ്. മറിയം ചെയ്തതും മർത്ത ചെയ്തതും പ്രധാനപ്പെട്ടതാണ്. 2 കാര്യങ്ങൾ വഴിയും നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. നമുക്കതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം.